പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഈ വീഡിയോയിലൂടെ ഡാറ്റാബേസ് ബ്രൗസറിലെ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ DB ബ്രൗസർ ഫോർ SQLite സോഫ്റ്റ്വെയർ ആണ് നമ്മളിതിനായി ഉപയോഗിക്കുന്നത്. ചോദ്യത്തിലേക്ക് കിടക്കാം. ക്രിയേറ്റ് എ ഡാറ്റാബേസ് യൂസിങ് ദ DB ബ്രൗസർ ഫോർ SQLite സോഫ്റ്റ്വെയർ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മളൊരു ഡാറ്റാബേസ് തയ്യാറാക്കാനാണ് DB ബ്രൗസർ ഫോർ SQLite സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്. ഹിൻസ് ചുവടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു ഡാറ്റാബേസ് ഹോമിലെ exam10 പ്രോഡക്ട്സിലെ നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യാനാണ്. തുടർന്നായി നമ്മോട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലെ ഫീൽഡ് നെയിമായ സ്റ്റുഡൻറ്റ് ഐഡിയെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഷോ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ DB ബ്രൗസർ DB എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സോഫ്റ്റ്വെയർ അവിടെ കാണാം. ഈ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. നമ്മോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡാറ്റാബേസിന് പേര് നൽകാനാണ്. സോ ന്യൂ ഡാറ്റാബേസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ പേര് രജിസ്റ്റർ നമ്പർ _സ്കൂൾ എന്ന പേരിലാണ് പേര് നൽകാൻ പറഞ്ഞത്. അവിടെ പേര് ടൈപ്പ് ചെയ്യുക. നമ്മൾ പേര് നൽകേണ്ടത് ശ്രദ്ധിക്കുക, ഹോമിലെ exam10 പ്രോഡക്ട്സ് എന്നത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പേര് നൽകാൻ. ഓക്കെ, പേര് നൽകി കഴിഞ്ഞാൽ ദെൻ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡാറ്റാബേസ് നമ്മുടെ ഒരു പേര് നൽകിയ ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് സേവ് ചെയ്ത ഉടനെ തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ചെറിയ വിൻഡോ ആണ് വരിക. അവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇതിൽ തന്നിരിക്കുന്നത് ക്രിയേറ്റ് ടേബിൾ നെയിംഡ് സ്റ്റുഡൻസ് എന്ന പേരാണ് ഡാറ്റാബേസിലെ ടേബിളിന് നൽകേണ്ടത്. സോ നമ്മൾ ടേബിൾ എന്ന സ്ഥലത്ത് സ്റ്റുഡൻസ് എന്ന പേര് നൽകുന്നു. അതിനുശേഷം ഫീൽഡ് എന്നുള്ളതാണ് ആക്റ്റീവായിട്ടുള്ളത്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചേർക്കുന്ന സ്റ്റുഡൻറ്റ് ഐ ഡി നെയിം എന്നൊക്കെയുള്ള ഓരോ കോളംസാണ്. കോളംസിൻ്റെ ഹെഡിങ്സ് ആണ് ശരിക്കും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഫീൽഡ് എന്നുള്ളതിൽ ആണ് ആക്റ്റീവായി കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതിന് തൊട്ട് താഴെ ആഡ് എന്ന് കാണാം. ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഫീൽഡ് അവിടെ ടൈപ്പ് ചെയ്യുക. സ്റ്റുഡൻറ്റ് ഐ ഡി എന്നത് ടൈപ്പ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് അതിൻ്റെ ടൈപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടെക്സ്റ്റ് ടൈപ്പാണ്. സോ ടെക്സ്റ്റ് എന്ന് അവിടെ സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ നമ്മോട് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻറ്റ് ഐ ഡി ആണ്. സോ PK എന്ന് നിങ്ങൾക്ക് കാണാം. PK എന്നാൽ പ്രൈമറി കീ. അപ്പോൾ സ്റ്റുഡൻറ്റ് ഐ ഡിക്ക് നേരെയുള്ള PK എന്ന ബോക്സിന് അവിടെ ഒരു ടിക്ക് മാർക്ക് നമ്മൾ കൊടുക്കുക. അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഫീൽഡ് നെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ആഡ് ചെയ്യണം. സോ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നെയിം എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. വീണ്ടും ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഏജ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ ഏജ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻറ്റീജറാണ് ഡാറ്റ ടൈപ്പായിട്ട് കൊടുക്കേണ്ടത്. ഇൻറ്റീജർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ നാലാമത് പറഞ്ഞിരിക്കുന്നത് ജെൻഡർ എന്ന് ടൈപ്പ് ചെയ്യാനാണ്. ജെൻഡർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തയ്യാറാക്കിയ ടേബിൾ ഒന്ന് പരിശോധിക്കാം. ന്യൂ ഡാറ്റാബേസ് എന്നുള്ളതിന് താഴെ ഡാറ്റാബേസ് സ്ട്രക്ചർ എന്ന് കാണുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ തയ്യാറാക്കിയ ടേബിൾ അവിടെ കാണാം. നിങ്ങൾക്ക് താഴെ കാണാം ടേബിൾസ് ഇൻ ബ്രാക്കറ്റിൽ 1 എന്ന് കാണാം. അപ്പോൾ നമ്മളൊരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ആ ടേബിളിലെ ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൻ്റെ മാതൃക എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയതെന്ന് കാണണമെങ്കിൽ അടുത്തത് കാണാം ബ്രൗസ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ടേബിളിൻ്റെ ഹെഡിങ്സ് അല്ലെങ്കിൽ ഫീൽഡ് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞത്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ റൈറ്റ് ചേഞ്ചസ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ചേഞ്ചസ് അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഡാറ്റാബേസിലെ സംഗതികളെല്ലാം സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി അവസാനം വേറെ സേവ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഹോമിലെ exam10 പ്രോഡക്ട്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഫയൽ അവിടെ സേവ് ആയതായിട്ട് കാണാം. അപ്പോൾ DB ബ്രൗസർ വളരെ സിമ്പിളാണ്. ചോദ്യത്തിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡാറ്റാബേസിൻ്റെ പേര്, ടേബിളിൻ്റെ പേര്, പിന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട പ്രൈമറി കീ ഏതാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഡാറ്റാബേസ് തയ്യാറാക്കാവുന്നതാണ്.
കഴിഞ്ഞ വീഡിയോയിൽ ഡാറ്റാബേസിലേക്ക് വേണ്ട ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഈ വീഡിയോയിൽ നമുക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്, ഒരു ഡാറ്റാബേസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ കൊറി ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു ഡാറ്റ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യം നോക്കാം. The details of children participating in the school Kalolsavam are given in the file, namely Kalolsavam DB, in the Exam10 Documents folder in Home. ഹോമിലെ Exam10 Documentsലെ കലോത്സവം DB എന്ന ഒരു ഫയൽ നൽകിയിട്ടുണ്ട്. അതിൽ സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഫയലാണത്. Display the names of the children participating in the drama competition along using an SQL query. നമ്മുടെ ടാസ്ക് എന്തെന്ന് വെച്ചാൽ SQL കൊറി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടേബിളിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റയിൽ നിന്നും ഡ്രാമയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ വലിയൊരു ഡാറ്റയാണ്, വലിയൊരു ടേബിളായിരിക്കും. ഇതിൽ ഒത്തിരി റെക്കോർഡ്സ്, ഒത്തിരി ഡാറ്റകളുണ്ടാവും. അതിൽ നിന്നും ഡ്രാമയിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ SQL query ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ഹിൻസ് നൽകിയിട്ടുണ്ട്. A sample query to find the details of the girls participating in the competition is given below. അതായത് തന്നിരിക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളുടെ ഗേൾസിൻ്റെ മാത്രം ലിസ്റ്റ് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഒരു സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് അല്ലെങ്കിൽ SQL കൊറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റൈറ്റ് ദ SQL കൊറി ടു ഒബ്റ്റെയിൻ ദ നെയിംസ് ഓഫ് ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡ്രാമ കോമ്പറ്റീഷൻ ഇൻ ദ എക്സിക്യൂട്ട് SQL ടാബ് ആൻഡ് റൺ ഇറ്റ്. നമ്മൾ ചെയ്യേണ്ടത് ഈ ലിസ്റ്റിൽ നിന്നും സ്കൂൾ കലോത്സവത്തിലെ ഡ്രാമയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മാത്രം ലിസ്റ്റാണ് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് എങ്ങനെ എടുക്കാൻ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്, ഒരു ഫയൽ നൽകിയിട്ടുണ്ട്, ആ ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഹോമിലെ Exam10 Documentsൽ കലോത്സവം DB എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഡാറ്റാബേസ് സ്ട്രക്ചർ എന്നുള്ളതിൽ താഴെ നോക്കൂ, ടേബിൾസ് എന്നതിൽ 2 എന്ന് കാണാം. അതായത് 2 ടേബിൾസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ടേബിൾ നമ്മളിപ്പോൾ കാണുന്ന ഡിസ്ട്രിക്റ്റ് എന്ന പേരുള്ള ഒരു ടേബിളാണ്. രണ്ടാമത്തെ ടേബിൾ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ ചുവടെ കാണുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മൊത്തം ലിസ്റ്റാണ്. അവരുടെ ഐറ്റം എല്ലാം നൽകിയിട്ടുണ്ട്, അവരുടെ ജെൻഡർ, ക്ലാസ്, കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഡ്രാമയിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ ലിസ്റ്റാണ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ SQL കൊറി ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്തരം ഒരു ഡാറ്റയിൽ നിന്നും നമ്മൾ ഫിൽട്ടർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ട ഗേൾസിൻ്റെ മാത്രം ലിസ്റ്റാണ് ഫിൽട്ടർ ചെയ്തെടുത്തത്. നമുക്ക് വേണ്ടത് ഡ്രാമയിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ SQL ഉപയോഗിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. SQLൻ്റെ ഫോമാറ്റ് നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് സെലക്ട് എന്ന് ടൈപ്പ് ചെയ്യുക. SE എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ സെലക്ട് എന്ന് കാണിക്കുക. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സെലക്ട് എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടത്? സ്റ്റുഡൻസിൻ്റെ നെയിമാണ് കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പോൾ സെലക്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ കിട്ടേണ്ടത് സ്റ്റുഡൻസ് നെയിമാണ്. സോ സ്റ്റുഡൻസ് നെയിം എന്ന് ടൈപ്പ് ചെയ്യുക. ഫ്രം എവിടെ നിന്നാണ് ഇത് കിട്ടേണ്ടത്? ഇവിടെ 2 ടേബിൾ നൽകിയിട്ടുണ്ട്. സ്റ്റുഡൻസ് എന്ന ടേബിളും ഉണ്ട്, ഡിസ്ട്രിക്റ്റ് എന്ന ടേബിളും. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, ബ്രൗസ് ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ സ്റ്റുഡൻസിലാണ് ഈ ഡീറ്റെയിൽസ് ഉള്ളത്. സോ ഫ്രം സ്റ്റുഡൻസ് എന്ന് ടൈപ്പ് ചെയ്തു. ദെൻ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റുഡൻസ് എന്ന ടേബിളിൽ നിന്നും സ്റ്റുഡൻസ് നെയിം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് വേർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഐറ്റം നെയിം ഈക്വൽ ടു ഡ്രാമ എന്നാണ് കൊടുക്കേണ്ടത്. അതായത് ഐറ്റം നെയിം ഡ്രാമയായ എന്നാണ് അർത്ഥം. ഓക്കെ, ഐറ്റം നെയിം ഈക്വൽ ടു ഡ്രാമ. അപ്പോൾ ഡ്രാമ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഐറ്റം നെയിമിൽ ഡ്രാമ ക്യാപിറ്റലാണോ തന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണോ, അത് അതുപോലെ കൊടുത്താലേ നമുക്ക് കൊറി ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എളുപ്പത്തിന് ആ ഒരു ടേബിൾ എടുത്തിട്ട് അവിടുന്ന് ഡ്രാമ എന്നുള്ളത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയും ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഡ്രാമ എന്നുള്ളത് ഒരു ടെക്സ്റ്റ് ആയതുകൊണ്ട്, ഡ്രാമ എന്നുള്ളത് ഒരു ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡ്രാമ എന്നുള്ളത് ടെക്സ്റ്റ് ആയതുകൊണ്ട് അതൊരു സിംഗിൾ കോട്ട്സിന് ഉള്ളിലായിട്ട് നമ്മൾ കൊടുക്കണം. ശേഷം കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ ചൂടെയായിട്ട് കാണാവുന്നതാണ്. എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 4 കുട്ടികളുടെ വിവരങ്ങളാണ്, അതായത് ഡ്രാമയിൽ പങ്കെടുക്കുന്ന 4 കുട്ടികളാണുള്ളത്. അവരുടെ വിവരങ്ങൾ ചുവടെ വന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ്.
ടേബിളിൽ സ്റ്റുഡൻസ് ടേബിൾ സെലക്ട് ചെയ്തു. ആ ഡ്രാമയിൽ പങ്കെടുക്കുന്ന 4 കുട്ടികളല്ലേ എന്ന് ഞാനൊന്ന് ഉറപ്പ് വരുത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 കുട്ടികളുടെ പേര് നൽകിയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിൻഡോ സ്ക്രീൻഷോട്ട് എടുത്ത് എക്സാം പ്രോഡക്ട്സിൽ നമ്മുടെ പേരിൽ നമ്മുടെ നമ്പറിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. സോ സ്ക്രീൻഷോട്ട് എടുക്കാൻ കീബോർഡിൽ പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. അതിൽ രണ്ടാമത്തെ ഐക്കണാണെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീന് കിട്ടും. ഇനി അതല്ല ഫസ്റ്റ് ഐക്കണാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ 4 അറ്റങ്ങളിലുള്ള നോഡുകൾ സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു ഏരിയ മാത്രം ഗ്രാബ് ചെയ്ത് സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് ഉണ്ടാവുക പിക്ചേഴ്സ് എന്നുള്ളതിലായിരിക്കും സേവ് ആയിട്ടുണ്ടാവുക. അവിടെ നിന്ന് റീനെയിം ചെയ്ത് കോപ്പി ചെയ്യുക. ശേഷം ഹോമിലെ എക്സാം പ്രോഡക്ട്സിൽ അത് സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഈ ഒരു ചോദ്യത്തിൽ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇതോടുകൂടി ഇതിൻ്റെ ആൻസറിങ് പൂർത്തിയാവുകയാണ്. താങ്ക്